പ്രൈസ് ഗോഡ്. ഇന്നത്തെ തിരുവചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ്. ആ തിരുവചനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ തിരുവചനം ഇപ്രകാരം പറയുന്നു. മാർത്ത ഓടിച്ചെല്ലുന്നതാണ്, ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. മാർത്ത ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് മാർത്ത പറയുന്നു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ദൈവത്തോട് ചോദിക്കുന്നതെന്തും നിനക്ക് തരുമെന്ന് എനിക്കറിയാം. ഈശോ മാർത്തയോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ജീവിക്കും, ഉയർത്തെഴുന്നേൽക്കും. ഈ ഒരു തിരുവചനമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാർത്തായും ഈശോയും തമ്മിലുള്ള ഒരു സംഭാഷണം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ CCC പ്രകാരം കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് അത് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, വിശ്വാസം. മാർത്ത പറയുന്ന, കർത്താവ്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന്. അപ്പം ആ ഒരു വാക്കിലൂടെ, മാർത്തയുടെ ആ ഒരു വാക്കിലൂടെ ദുഃഖവും വിശ്വാസവും കടന്നു വരുന്നുണ്ട്. രണ്ടാമത് പറയുന്നുണ്ട്, എന്നാൽ എനിക്കറിയാം നീ ചോദിക്കുന്ന എന്തും ദൈവം നിനക്ക് തരുമെന്ന്. അവിടെ പ്രത്യാശയാണ്. പിന്നെ ഈശോ പറയുന്നു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പം യേശുവിലുള്ള ആ ഒരു പുനരുദ്ധാനം. അപ്പം വിശ്വാസം, പ്രത്യാശ, യേശുവിലുള്ള പുനരുദ്ധാനം, ഈ ഒരു 3 കാര്യങ്ങളാണ് ഈ ഒരു തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. മാർത്തായിലുള്ള മാർത്തായുടെ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലും ഓരോ ലാസറുണ്ട്. അത് നമ്മുടെ വേദനകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, നഷ്ടങ്ങൾ, ഈ എല്ലാ ലാസറിനെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടു കൂടി, കർത്താവ്, നീ ഇവിടെ എൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ എനിക്ക് ഇതിനെല്ലാം അതിജീവിക്കാൻ പറ്റും. ആ ഒരു വിശ്വാസം, ഈശോ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം, നമ്മുടെ വേദനകളിൽ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങളിലെല്ലാം ഈശോ കൂടെ ഉണ്ടെന്ന്. രണ്ടാമത്തേത് പ്രത്യാശയാണ്. പ്രത്യാശയോടുകൂടി നമ്മൾ ഈശോയെ നോക്കുക. ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം, മാർത്ത ഈശോയുടെ കൂടെ കൂടെ ഇരുന്നപ്പോൾ മാർത്ത അറിഞ്ഞു ദൈവവും ഈശോയും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ആഴപ്പെട്ടതാണ് എന്നുള്ളത്. അപ്പൊ അതുപോലെ ഒരു ആഴപ്പെടലിലേക്ക് നമ്മളും വരണം. ആ ഒരു ആഴപ്പെടലിലേക്ക് ഈശോയും ഞാനും തമ്മിലുള്ള ബന്ധം എത്രമാത്രമാണ്. അപ്പൊ ഈശോയ്ക്ക് കഴിയും എന്നുള്ള ആ ഒരു പ്രത്യാശ നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. ആ ഒരു ആഴപ്പെടലിലേക്ക് നമ്മൾ വരണം. നമ്മുടെ എന്തുമാകട്ടെ നമ്മളെ ഭരിക്കുന്നത്, നമ്മുടെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, എന്തുമാകട്ടെ, അവിടെ ഒരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. യേശുവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. മാർത്ത എത്രമാത്രം ഈശോയെ അറിഞ്ഞു, നമ്മൾ എത്രമാത്രം ഈശോയെ അറിയുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തേത്, മൂന്നാമത്തെ കാര്യം, നമ്മളൊരു ക്രിസ്ത്യാനി ആയിരിക്കാൻ നമുക്കറിയാം, നമുക്ക് മരണം കഴിഞ്ഞാൽ ഒരു പുനരുദ്ധാനമുണ്ട്, ഒരു ജീവിതമുണ്ട്, മറ്റൊരു ഉദ്ധാനമുണ്ട്. അത് യേശുവിലുള്ള ബന്ധമനുസരിച്ചാണ്. യേശുവിനോടുകൂടെ നമ്മൾ ആ ബന്ധത്തിൽ ജീവിക്കുമ്പോൾ ആ സ്വർഗരാജ്യം നമ്മളിലേക്ക് വരികയാണ്. ആ സ്വർഗരാജ്യം വെട്ടിപ്പിടിക്കുന്നവരാണ് നമ്മളും. അപ്പം ഈശോയുമായിട്ടുള്ള ബന്ധവും സ്വർഗരാജ്യവും നമ്മളും നേടുന്നവരായിരിക്കണം. അപ്പോൾ ഈ ഒരു തിരുവചനത്തിലൂടെ, വിശ്വാസത്തിലൂടെ, പ്രത്യാശയിലൂടെ സ്വർഗരാജ്യത്തിന് അവകാശികളാകുവാനായിട്ട് നമുക്കും ശ്രമിക്കാം. ഈശോയുടെ കൂടുതൽ ആഴത്തിലേക്ക്, ഈശോയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ആഴപ്പെട്ട് വരുവാനായിട്ട് ഈ ഒരു തിരുവചനം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രൈസ് ഗോഡ്.